ഓസ്ട്രേലിയയിലെ മുസ്ലിം മതപണ്ഡിതനും ഇസ്ലാമിക് അസോസിയേഷൻ ഓഫ് സൗത്ത് ഓസ്ട്രേലിയയുടെ പ്രസിഡന്റുമായ മുഹമ്മദ് തൗഹീദിയുടെ പ്രസംഗം ലോകമാകെ വൈറലാകുന്നു. എൻ്റെ പിതാവ് 30 കൊല്ലം മുമ്പാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. കുടിയേറാൻ കാരണം അന്ന് ഓസ്ട്രേലിയ മുസ്ലിങ്ങളില്ലാത്ത രാജ്യം എന്നതിനാലായിരുന്നു. എൻ്റെ പിതാവ് അന്നും ഇന്നും ഇമാമാണ്. എന്നാൽ എന്താണ് ഇന്ന് മുസ്ലിങ്ങൾ ഓസ്ട്രേലിയയിൽ കാണിക്കുന്നത്? പള്ളികൾ അനാവശ്യമായി പണിയുന്നു. ശരീഅത്ത് നിയമം അനുസരിച്ച് ജീവിക്കുന്നു. ഓസ്ട്രേലിയയുടെ നിയമവും ജനാധിപത്യവും അവർ അംഗീകരിക്കുന്നില്ല. ഈ രാജ്യത്തിനെതിരായി ഇവിടുത്തെ മുസ്ലിങ്ങൾ ജീവിക്കുന്നു. മുസ്ലിം നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകുന്നു. ഓസ്ട്രേലിയയിലെ മുസ്ലിം പഠനത്തിലുള്ള പുസ്തകങ്ങൾ നിരോധിക്കണമെന്നും മുസ്ലിങ്ങൾ ഈ രാജ്യം ഇങ്ങനെ നശിപ്പിക്കാനായിരുന്നുവെങ്കിൽ ഞാനും പിതാവും ഇങ്ങോട്ട് വരില്ലായിരുന്നുവെന്നും മുഹമ്മദ് തൗഹീദി പറഞ്ഞു. മുസ്ലിം മതഗ്രന്ഥമായ ബുഹാരി ഓസ്ട്രേലിയ ഉടൻ നിരോധിക്കണം. തീവ്രവാദമാണത്. അനവധി പുസ്തകങ്ങൾ ഭീകരവാദത്തിനായി ഇവിടെ ഉപയോഗിക്കുന്നു. അതെല്ലാം നിരോധിക്കണം. ഭീകരവാദവും ഒന്നിലധികം ഭാര്യമാരെയും വേണ്ടവരെ കങ്കാരുവിൻ്റെ പുറത്തു കയറ്റി അവർ വന്ന രാജ്യങ്ങളിലേക്ക് ഓടിക്കണം. മുസ്ലിം സമൂഹത്തിൽ വളരെയധികം സ്വാധീനവും പരിഷ്കാരവാദിയുമായ ഒരു ഷിയ മുസ്ലിമാണ് മുഹമ്മദ് തൗഹീദി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെ. മലയാള പരിഭാഷയ്ക്ക് ശേഷം ഇംഗ്ലീഷിലെ പ്രസംഗവും കേൾക്കാം. എൻ്റെ പിതാവ് ഒരു ഇമാമായിരുന്നു, ഇപ്പോഴുമാണ്. പിതാവിൻ്റെ തീരുമാനമായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് വരിക എന്നുള്ളത്. അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് വരുവാനുള്ള പ്രധാന കാരണം ഓസ്ട്രേലിയ ഒരു മുസ്ലിം രാജ്യമല്ല എന്നുള്ളതുകൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 30 വർഷങ്ങൾക്ക് ശേഷം പള്ളികളുണ്ടായി. ജനാധിപത്യത്തിനെതിരെ ശരിയാ നിയമം കൊണ്ടുവരുന്നു. ഇപ്രകാരം സംഭവിക്കും എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം വരില്ലായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ മതപരമായി ഒരു പുനർചിന്തനം തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. ചില പുസ്തകങ്ങൾ നിരോധിക്കപ്പെടണം. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഖുറാന് ശേഷം രണ്ടാമത് എന്ന് കരുതപ്പെടുന്ന പുസ്തകങ്ങൾ. എല്ലാ മുഖ്യധാരയിൽപ്പെട്ട മുസ്ലിങ്ങളും ഇപ്രകാരമുള്ള പുസ്തകങ്ങളിൽ വിശ്വസിക്കുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ബുഖാരി എന്ന പുസ്തകം. ഈ പുസ്തകം മിക്കവാറും എല്ലാ മുസ്ലിമുകളുടെയും വീടുകളിലുണ്ട്. അവ ഖുറാന് തൊട്ടടുത്തായിട്ടാണ് വെക്കുന്നത്. തീവ്രവാദം പഠിപ്പിക്കുന്നത് പ്രധാനമായും ഈ പുസ്തകത്തിൽ നിന്നുമാണ്. ഈ പുസ്തകം ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും ധാരാളമായി പ്രസിദ്ധീകരിക്കുകയും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. തീവ്ര നിലപാടുകളുള്ള മുസ്ലിമുകൾ വിശ്വസിക്കുന്നത് സ്വയം ചാവേറായി മാറുന്നത് വഴി അവർക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുകയും മുഹമ്മദ് നബിയോടൊത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കും എന്നുമാണ്. എങ്ങനെയാണ് ഇപ്രകാരം ഒരു വിശ്വാസമുണ്ടായതെന്ന് എനിക്കറിയില്ല. മുഹമ്മദ് നബി സ്വർഗത്തിൽ ചായക്കട നടത്തുകയാണോ എന്നും എനിക്കറിയില്ല. സത്യമായും എനിക്കറിയില്ല. ഇതുകൂടാതെ മറ്റു പല വിശ്വാസങ്ങളും ഇവർ പങ്കുവെക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സ്വർഗത്തിലെത്തിയാൽ 72 കന്യകമാരെ ലഭിക്കുമെന്നതാണ്. മറ്റൊരു കാര്യം ഞാൻ പ്രധാനമായും എതിർക്കുന്നത് പള്ളികൾ നിർമ്മിക്കുന്നതാണ്. ഓസ്ട്രേലിയ എന്ന രാജ്യത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. അഡ്ലൈഡിൽ ഒരു പഴയ പള്ളിയുണ്ട്. വീണ്ടും വീണ്ടും പള്ളികൾ നിർമ്മിക്കുന്നതിന് പകരമായി സെൻറ്ററുകൾ നിർമ്മിക്കാവുന്നതാണ്. കൂടാതെ സർവകലാശാല തിയേറ്ററുകളും കമ്മ്യൂണിറ്റി സെൻറ്ററുകളും നിർമ്മിക്കാം. പിന്നീട് തീവ്ര മുസ്ലിം വിഭാഗത്തിൻ്റെ കൈകളിൽ എത്തിപ്പെടുവാനായി വീണ്ടും വീണ്ടും പള്ളികൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചിലർ യുവതലമുറയെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്നതിൽ പരാജയപ്പെടുന്നു. യുവാക്കൾ പള്ളികളിൽ വരുന്നത് പ്രാർത്ഥിക്കാനാണ്. എന്നാൽ ഇവരെ ബോട്ടുകളിൽ കയറ്റി ക്വീൻസ്ലാൻഡിലേക്ക് കൊണ്ടുപോകുന്നു, പ്രധാനമായും ISൽ ചേർക്കുന്നതിന് വേണ്ടി. ഞാൻ എപ്പോഴും ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഓർഗനൈസേഷനായ ACOയോട് ഇമാമുമാരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. അനധികൃതമായുള്ള പണത്തിൻ്റെ സ്രോതസ് കണ്ടുപിടിക്കാനും ആവശ്യപ്പെടാറുണ്ട്. ഇന്നത്തെ യുവതലമുറയെ തീവ്രവാദത്തിലേക്ക് നയിക്കാൻ ഇമാമുമാർക്ക് സാധിക്കുമെന്ന പ്രതീക്ഷ ഇവർ വെച്ചു പുലർത്തുന്നുണ്ടാവാം. ഇപ്പോൾ സ്ത്രീകളിൽ നടത്തുന്ന ചേലാകർമ്മവും ബാലവിവാഹവും എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? ഈ അടുത്ത കാലത്തായി ചില രാഷ്ട്രീയക്കാർ ഇസ്ലാമിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ജനങ്ങളോട് പറയുന്നത് ഇസ്ലാം എന്നാൽ അതിഭീകരമായ ഒരു മതം ആണെന്നാണ്. എന്തിനാണ് അവർ അങ്ങനെ പറയുന്നത്? ഞാൻ ഇത്തരം രാഷ്ട്രീയക്കാരെ എതിർക്കാറില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന പോരായ്മകളെപ്പറ്റി ബോധവാനാണ്. എന്നാൽ മതത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ സാമാന്യവത്കരിക്കുന്നതിനോട് ഞാൻ എതിരാണ്. കാരണം ഇവിടെ നല്ല മുസ്ലിങ്ങളും ഉണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രശ്നമാകാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ഇതുവരെയും പറയാത്തതുമാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പലസ്തീൻ ജൂതന്മാരുടെ രാജ്യമാണ്. യേശു ജൂതന്മാർക്ക് വേണ്ടി ജെറുസലേമിൽ വന്നു. ഒരു സമയത്ത് ഓസ്ട്രേലിയയിലെ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിരുന്ന മുസ്ലിം സ്ത്രീകൾ തലമറയ്ക്കുന്ന സമ്പ്രദായം നിർത്തിയിരുന്നു. അവർ മുസ്ലിം രാജ്യങ്ങളിൽ പോകുമ്പോഴും തല മറച്ചിരുന്നില്ല.
മറ്റു മനുഷ്യരെ ബഹുമാനിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ഒരു രാജ്യത്തെ വിദേശകാര്യ മന്ത്രിയാണ്. നിങ്ങൾ നിങ്ങളുടെ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ അവർ നിങ്ങളെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ബഹുമാനിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ എംബസികൾ നമുക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളുമായുള്ള ഒരു തരത്തിലുള്ള ബന്ധവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ വിദേശകാര്യമന്ത്രിയെ ബഹുമാനിച്ചില്ലെങ്കിൽ അത് ഏത് രാജ്യവുമായിക്കൊള്ളട്ടെ. ഇത് ഓസ്ട്രേലിയയാണ്. ഞങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാൻ സാധിക്കുമെങ്കിൽ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന കങ്കാരുവിൻ്റെ പുറത്തു കയറി എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരികെ പോകുക. 20 വർഷമായി ഞങ്ങളുടെ പ്രതിനിധിയായി ഞങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ പ്രധാന പുരോഹിതൻ ഞാൻ തീവ്രവാദത്തെ അപലപിക്കുന്നു ഒരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ISIS തീരുമാനങ്ങളെ അംഗീകരിക്കുന്നു. എന്നാൽ പ്രധാന പ്രശ്നം എന്തെന്നാൽ ഓസ്ട്രേലിയ ISISന് എതിരായി കർശന നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇവിടെയുള്ള മുസ്ലിം സമൂഹം ISISന് എതിരെ അണിനിരക്കണം. അമേരിക്കയിലുള്ളവർ ISനെ എതിർക്കുമ്പോൾ അവർക്ക് നന്മകൾ നേരുകയല്ല വേണ്ടത്. അതല്ല വേണ്ടത്. നമ്മൾ ISISനെതിരെ നിലപാടുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്തെന്നാൽ നമുക്കാണ് അതിൻ്റെ ആവശ്യം. തീവ്രവാദത്തിനെ എതിർത്ത് നിൽക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തിനെയാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ കാപട്യമുള്ളവർ അല്ല എങ്കിൽ നിങ്ങളുടെ ശബ്ദമുയർത്തൂ. നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ എങ്ങനെയാണ് തിരുത്തുക? ഒന്നാമതായി, വിദ്യാലയങ്ങൾ പഠിപ്പിക്കുന്നതും പള്ളികളിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ പുസ്തകങ്ങൾ പ്രസാധകരെ കൊണ്ട് തന്നെ തിരികെ എടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. ഇപ്രകാരം ചെയ്താൽ പുസ്തകങ്ങൾ കത്തിച്ചു കളയുക എന്നിവ പോലെയുള്ള സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാം. രണ്ടാമതായി, എല്ലാ മത നേതാക്കളുടെയും നീക്കങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വഴി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അവർ അറബി ഭാഷയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. അവർ രഹസ്യമായ ക്ലാസുകൾ എടുക്കാറുണ്ടോ? അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, എത്ര ഭാര്യമാരുണ്ട്, ഇവയെല്ലാം നിരീക്ഷിക്കുക. ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട്. അത് എത്രമാത്രം അപകടകരമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ ഒന്നുകിൽ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കുക, അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിയമം അനുസരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ഭാര്യ എന്നുള്ളതാണ്. നിയമം അനുസരിക്കുകയില്ല എന്നാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തിരികെ പോകുക. ഇഷ്ടമുള്ള അത്രയും ഭാര്യമാരെ വയ്ക്കുക. ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് ആശയവിനിമയത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമുണ്ട്. എന്നിട്ട് പോലും പല മുസ്ലിം പൗരന്മാർക്കും അവരുടെ രാജ്യത്ത് നടക്കുന്ന തീവ്ര നിലപാടുകൾക്കെതിരായി ശബ്ദമുയർത്താൻ സാധിക്കുന്നില്ല. മരണം ഭയന്നിട്ടാണ് അവർ ശബ്ദിക്കാത്തത്. ഞാൻ പല പ്രാവശ്യം ഈ പരിതസ്ഥിതിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ ദൈവം രക്ഷിച്ചു. Made the choice, and he was an imam himself and still is. He made the choice to come to Australia because it was a non-Muslim country. Now, if we knew that after 30 years we're going to have burqas running around and mosques being erected in every corner and people proposing Sharia law against democracy in this country, we wouldn't have come. I believe that the entire religion needs a review. I believe that there are certain books that need to be banned from this country. There are books that are regarded the second book after the Quran. And all mainstream Muslims believe in this book. The Bukhari, a very famous book. It's present in at least the majority of Muslim homes, at least. It's everywhere. It's put on the shelf right beside the Quran. And every act of terrorism is taught from that book. And that book is widely available and sold and published in Australia. I don't understand how Muslims believe that, well, radical Muslims is the main issue here. How they believe that if you blow yourself up, you go have lunch with the Prophet Muhammad in heaven. I didn't know my Prophet was running a restaurant up there. I honestly never knew. And then you have other very attractive statements that they state, that you go and you get 72 virgins. But what kind of a virgin is she that I would have to blow myself up for her? And I also oppose the construction of mosques. We have a big problem changing this country
is something I am against. You can have one mosque in Adelaide, which is the oldest mosque, and then you can have centers. You can have educational centers. You can rent out university theaters, community centers. There's no need to be building mosques that later on are led by radical Muslim leaders. Some of them don't find success in radicalizing the youth that come to the mosque to worship God. So what do? They ride their cars, they drive their cars with their boats from Western Australia, as you may have heard, all the way to Queensland because they want to join ISIS through Malaysia. And I've always called on to ASIO to check the bank accounts of Muslim imams and who's funding them, and do these people that fund them, do they have expectations from them to brainwash these children? What's going on with genital mutilation and child brides, and what's happening in this country? Now I know there are some politicians in recent times that have stood up and they're very against Islam. And they want to tell people that Islam is a very dangerous religion. Why do they say that? Now, I don't oppose these politicians because I know exactly what filth is in my religion. I know exactly what's going on, which is why I don't speak out against them. I'm against generalizing because there are good Muslims. But the main message behind it, I agree with. This will get me in trouble. I've never said this before, but Palestine is Jewish land. I mean, come on, who doesn't know this? Jesus came to Jerusalem. He came to the Israelites who were there. It's Jewish land. It's about time the female politicians stop dressing in headscarves when they go to Muslim countries. I know it's good to respect other people, but if you're the foreign minister, you're a foreign minister with your uniform and your badge, and if they don't respect you as a woman to come and dress in what you like to dress, then that's a country we don't want their embassy, we don't want anything to do with them. If they don't respect our foreign minister, regardless of what country that is. Look, this is Australia, this is what it is. You like it, don't like it, we'll give you one of our kangaroos and you can hop back to where you came from. The Grand Mufti, who's elected to be representing us for 20 years, hasn't come out and said in English that I condemn terrorism. It's true that he endorses verdicts against ISIS. But the problem is, Australia needs to stand against ISIS. The Muslim community here needs a verdict against ISIS. Not someone in America, and you're giving them the thumbs up, good on you. No, we need to take a stand against ISIS because we are worthy of that. We deserve a Muslim community that takes a stand against terrorism, because that's the fine line between hypocrisy and not. If you're not a hypocrite, then speak out. How do you reform a current ideology? Number one, government needs to realize that the books that are being taught in Muslim schools and that are in the shelves of mosques need to be taken out, opened up, see the publisher, and posted back to where they came from. Simple as that. We don't need to burn anything. We don't need to create tension. Just gather the books and thank you very much. That's number one. Secondly, secret services need to monitor the movements of every religious leader. The lectures, if they're in Arabic, what are they saying? The examples they use. Do they have private lessons? Money in the bank accounts? How many wives do they have? This is very important. Many people don't realize this. Muslims have more than one wife in this country. But we need to come to one common understanding that it's either we follow the law of the land or we don't. If we do, then it's one wife. If we don't, then go back to where you came from and have as many wives as you like. In Australia, where there's freedom of speech,
and where there's democracy, many Muslims do not find it safe to speak out against extremism in their country at all. And when I say they're afraid, they're not afraid of isolation, they're afraid of death. And I've been very close to that. And God saved me many times.